ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ അല്ല കേട്ടോ, എൻ്റെ ജീവിതകഥ. കുറച്ച് നാൾ മുന്നേ ദിയാകൃഷ്ണയുടെ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് ഞാൻ മനസ്സിലോർക്കുന്നത് 2014 എൻ്റെ പ്രസവമല്ല കേട്ടോ, സിസേറിയൻ സി സെക്ഷൻ. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഓമന പേര് എന്നാന്ന് എല്ലാവർക്കും അറിയാലോ. വേദന അറിയാതെ കീറി കൊച്ചിനെ പുറത്തു കൊണ്ടിരുന്ന സാധനമാണല്ലോ. അപ്പം ആ വേദനയും വേദനയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോ പറയാം. അങ്ങനെ വിശേഷമാണെന്ന് അറിയുമ്പോൾ തൊട്ട് നമുക്ക് ചില സ്വപ്നങ്ങളുണ്ടല്ലോ. വീട്ടുകാരും ബന്ധുക്കാരും എല്ലാവരും ലേബർ റൂമിന്റെ വെളിയിൽ നിൽക്കുന്നു, കെട്ടിയന് ഉമ്മ തരുന്നു, ലേബർ റൂമിലേക്ക് കയറ്റി വിടുന്നു, തിരിച്ചു വരുന്നു കൊച്ചിന്റെ കൈ കൊണ്ട്. ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ. പിന്നെ 9ാം മാസമായി. 9ാം മാസം തൊട്ട് വരുന്ന ഏത് വേദനയും എനിക്ക് പ്രസവവേദനയായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ആദ്യത്തെ അനുഭവം നമുക്കില്ലല്ലോ. അങ്ങനെ 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകും, പെട്ടിവായിക്കുകയും തിരിച്ചു വരും, പെട്ടിവായിക്കുകയും തിരിച്ച് വീട്ടിൽ വരും. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ പ്രസവിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി. അങ്ങനെ അഡ്മിറ്റായി. ആദ്യത്തെ കന്നി പ്രസവമാണ് 2 വീട്ടിലെ, എൻ്റെയും കെട്ടിയവൻ്റെ. അങ്ങനെ എല്ലാവരും എന്നെ കെട്ടും പാണ്ടും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ എൻ്റെ ഒപ്പം തന്നെ അഡ്മിറ്റായി. അങ്ങനെ കെട്ടിയ നാട്ടിലില്ലായിരുന്നു. കെട്ടിയവൻ പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം വൈകുന്നേരമായിട്ട് എനിക്ക് വേദന വരുന്നില്ല, എല്ലാവരും പോയി. പിറ്റേ ദിവസം വൈകുന്നേരമായിട്ട് റൂം കാലിയായി. ഞാനും എൻ്റെ മമ്മിയും കെട്ടിയവരും മാത്രമായി. പിറ്റേ ദിവസം ആയപ്പം ഇവർ രണ്ടുപേരും തന്നെ, വേറെ ആരുമില്ല. അങ്ങനെ അപ്രത്യക്ഷമായി വേദന വന്നു. എന്നെ ഡെലിവറി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു പെരുന്നാളിൻ്റെ ആൾക്കാരെ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എൻ്റെ മമ്മിയും കെട്ടിയവനും മാത്രമേ ഉള്ളൂ. അതൊക്കെ വെച്ച് പിന്നെ ഇതൊക്കെ ആകട്ടെ എന്ന് ഓർത്തുകൊണ്ട് ലേബർ റൂമിലേക്ക് കയറി. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.